ഇന്ത്യൻ 2 പടം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത പടമായിരുന്നു. കാരണം ഇന്ത്യൻ കണ്ട് ഞാൻ വളരെയധികം ത്രില്ലടിച്ചൊരു പടം കൂടിയാണ്. അത് ഇന്ത്യൻ 2ലേക്ക് വരുമ്പോൾ ആ ത്രില്ല് സെയിം തന്നെയുണ്ട്. ശങ്കറിന്റെ ഡയറക്ഷനിൽ വന്നേക്കുന്ന പടം, അത് സുഹാസ്കറിനാണ് ഇതിന്റെ പ്രൊഡക്ഷൻ വന്നേക്കുന്നത്. അതേപോലെ തന്നെ പണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ട്രസൊക്കെ മനീഷ കൊയ്രാളയൊക്കെ ആയിരുന്നു. ഇതിനകത്തേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പടത്തിനെ കുറിച്ച് പെട്ടെന്നൊരു പറഞ്ഞിട്ട് പോയേക്കാം. പടം നമ്മൾ പ്രതീക്ഷ എത്തിച്ചോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഓരോരോ കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. കാരണം ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അത്രയും ഹിറ്റ് നിൽക്കുന്ന ഒരു പടമായിരുന്നു. അത്രയും ആ ലെവലിൽ ഹിറ്റ് പടം വേറെ ഒന്നും ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യൻ 2ലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും കമൽ ഹാസൻ എന്ന് പറഞ്ഞ നടനാണ് കോറായിട്ട് നിൽക്കുന്നത്. കറപ്ഷനെതിരായിട്ട് പറയുന്നൊരു കഥയായിരുന്നു ഇന്ത്യൻ. നമ്മൾ ഇന്ത്യൻ 2ലേക്ക് വരുമ്പോഴും സെയിം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങൾ, കുറേ അഴിമതി, കുറേ കോഴ, അതേപോലെ ജോലി കിട്ടിയിട്ടും ജോലി കയറാൻ പറ്റാത്ത അവസ്ഥ, പൈസ കൊടുക്കേണ്ട അവസ്ഥ, അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് കൊടുക്കുന്ന ടാക്സിന് പറ്റിയ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നില്ല. എല്ലായിടത്തും അടിച്ചുമാറ്റലാണ് സംഭവം. അപ്പോൾ ഇതിനെതിരെ പോരാടിയ ഒരു കൂട്ടം യങ്സ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് പെടുന്നതാണ് നമ്മുടെ സിദ്ധാർത്ഥും അങ്ങനത്തെ കുറച്ച്. അപ്പോൾ സെക്കൻഡ് ഹീറോ എന്തായാലും സിദ്ധാർത്ഥ് തന്നെയാണ്, സംശയമൊന്നുമില്ല. നല്ല കലക്കൻ റോൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഇവർ സോഷ്യൽ മീഡിയ, യൂട്യൂബ് വഴിയൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടുന്നില്ല, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ 2 അല്ലെങ്കിൽ സേനാപതി ആയ കമൽ ഹാസൻ്റെ എൻട്രി വരുന്നത്. ഇതാണ് പടത്തിൻ്റെ സ്റ്റാർട്ടിങ്. നമുക്ക് പറയാനുള്ളൂ, ഇനി കൂടുതൽ പറയുന്നില്ല. ഇതിനകത്ത് ചെയ്തേക്കണ മെയിൻ കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൽ ഹാസനെ മാറ്റി നിർത്തിക്കുകയാണെങ്കിൽ ബോബി സിംഹ എന്ന് പറഞ്ഞൊരു നടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മലയാളത്തിലൊക്കെ പുള്ളിയുണ്ട്, തമിഴിൽ ഒരുപാട് പടത്തിലുണ്ട്. പുള്ളിയാണ് ഇതിനകത്ത് കട്ടക്ക് നിന്നേക്കണം. ഒരു രക്ഷയില്ലാത്ത കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോബി സിംഹയും കമൽഹാസനാണ് ഇതിനകത്ത് എന്താ പറയുക, കാറ്റ് ആൻഡ് മൗസ് എന്നൊക്കെ പറയില്ലേ, ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ഇതിനകത്ത് വേറെ എടുത്തുകൊണ്ട് കാര്യം നമ്മുടെ നെടുമുടി വേണുവിനെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നെടുമുടി വേണുവിനെ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പണ്ട് ചെയ്തേക്കണ റോള് നമുക്കറിയാം. പുള്ളി ഒരു ഇൻവെസ്റ്റിഗേഷനായിരുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ അവിടെ പുള്ളിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരു കേസായിരുന്നു കമൽഹാസൻ്റെ. ഇതിനകത്തേക്ക് വരുമ്പോഴും ആ ഒരു ഇത് തന്നെയാണ് പുള്ളിക്ക്. ഇവിടെയും അന്ന് കാണിച്ച അതേ സംഭവം തന്നെ ഇവിടെയും കാണിക്കുന്നത്. നമുക്ക് മരിച്ചു പോയെങ്കിലും നമുക്ക് ആ സ്ക്രീനിൽ വരുമ്പോൾ പ്രസൻസ് ഒരു രക്ഷയില്ല. അതേപോലെ വിവേകിനെ കാണിച്ചിട്ടുണ്ട്, മരിച്ച വിവേകൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ മെയിൻ ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. ഫസ്റ്റ് നമുക്ക് എ ആർ റഹ്മാൻ്റെ മ്യൂസിക് ഉണ്ടായി, അത് ഭയങ്കര സെറ്റപ്പായിരുന്നു. പാട്ടുകളൊക്കെ വൻ ഹിറ്റായിരുന്നു. പിന്നെ അത് വരുമ്പോൾ പാട്ട് അത്ര സുഖവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും BGMs ഇറക്കിയിട്ടുണ്ട്. BGMs പല സീനുകളിലും BGMs കൊള്ളാം. അപ്പോൾ നമുക്ക് അടച്ചങ്ങടെ ആക്ഷേപിക്കാൻ പറ്റില്ല. BGMs നൈസാണ്. പാട്ടൊക്കെ ജസ്റ്റ് ഒരു ആവറേജ് ഫ്ലിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡയറക്ഷൻ ശങ്കർ ആസ് ഓൾവേസ്, ഒന്നും പറയാനില്ല, കലക്കനാണ്. പക്ഷേ ഇതിനകത്ത് ഇൻട്രോ ഒക്കെ കുറച്ച് നന്നാക്കാം. ഇൻട്രോ എനിക്ക് ഭയങ്കര മുടിയൊക്കെ വളർത്തിയിട്ടുള്ള കമൽ ഹാസനൊക്കെയാണ് കയറി വരുന്നത്. അത് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് കൂടെ തോന്നി. അതേപോലെ തന്നെ മേക്കപ്പ് ഓക്കെയാണ്. ഇപ്പോൾ അത്രയും ഏജ്, ഇപ്പോൾ കുറേ കോൺട്രവേഴ്സ് നമുക്ക് വന്നിട്ടുണ്ടായല്ലോ, ഇങ്ങനെ ഇത്രയും ഏജുള്ള ആൾ. അന്ന് തന്നെ 76 വയസ്സുണ്ട് ഇന്ത്യൻ ഇറങ്ങുമ്പോൾ. ഇന്ത്യൻ ഇറങ്ങിയത് 96-ലാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഈ ടൈമിലേക്ക് വരുമ്പോൾ എന്തായാലും ഈ ഏജ് വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 105 വയസ്സ് വരും ഈ നായകന്. അങ്ങനെയാണ് ആ ആളെങ്ങനെ ഇത്രയും എനർജറ്റിക് ആയിട്ട് ബോഡി കാണിച്ച് അതേപോലെ തന്നെ ആക്ഷൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതേപോലെ തന്നെ പുള്ളി ഇതിനകത്ത് ഫിറ്റാണ്. ആൾ ഫിറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കലക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ആയാലും അതിൽ ഡയലോഗ്സ് ആയാലും എല്ലാം നൈസായിട്ടാണ് ചെയ്തു പോയേക്കണം. അതിനകത്ത് യാതൊരു സംശയമില്ല കേട്ടോ. പെർഫെക്റ്റ് അങ്ങേറ്റം. അതേപോലെ തന്നെ ഇമോഷണൽ സീൻസ് ഒരുപാടുണ്ട്. ഇതൊക്കെ നൈസായിട്ട് പോയിട്ടുണ്ട്. പടത്തിനെ കുറിച്ച് ആകെ ഡ്രോബാക്ക് പറയാണെന്ന് വെച്ചാൽ ഓൾഡ് പ്ലോട്ടാണ്. നമ്മൾ ഒരുപാട് പ്ലോട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ കറപ്ഷനെതിരെ പോരാടുന്ന ഒരാൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലോട്ട് തന്നെയാണ് പിടിച്ചേക്കണം. പിന്നെ തേർഡ് പാർട്ടിലേക്കുള്ള സംഭവം ഞാൻ നിർത്തിയിട്ടുണ്ട്. അതെന്താ ഞാൻ പറയുന്നില്ല. തേർഡ് പാർട്ട് എന്തായാലും ഉണ്ടായിരിക്കും, ഉണ്ടായാൽ പറ്റൂ. ഉണ്ടായില്ലെങ്കിൽ ഈ പടം ഇൻകംപ്ലീറ്റ് ആണെന്ന് നമുക്കിവിടെ പറയാൻ. അപ്പോൾ തേർഡ് എന്തായാലും വന്നിരിക്കും. എന്തായാലും പടം മൊത്തത്തിൽ നമുക്ക് ഇരുന്ന് കാണാം. പ്രത്യേകിച്ച് ഒരു 80s 90s ജനിച്ച ആൾക്കാരൊക്കെയാണ് എന്തായാലും നമുക്ക് ഈ പടം റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്രക്കും മാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ 1ൻ്റെ ഒപ്പം എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടം ആയതുകൊണ്ട് അത് എത്തിയെന്ന് ഞാൻ പറയില്ല. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഇത് ദി ബെസ്റ്റ് എന്ന് നമുക്കിവിടെ പറയാം. പക്ഷെ പടം മോശമൊന്നുമില്ല, പടം നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കമൽഹാസൻ്റെ ആക്ടിങ് കാണാൻ വേണ്ടി നമുക്ക് തിയേറ്ററിലേക്ക് പോകാവുന്നതാണ്. ഇതായിരുന്നു ഇന്ത്യൻ 2നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ് താഴെ ഇട്ടേക്കാം. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് അടിച്ചേക്കാം. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.